ഷാഫി ജയിച്ചില്ലെങ്കിൽ പിന്നെ ആര് ജയിക്കും? വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ട്രെൻഡ് അനുസരിച്ച് വിജയം ഉറപ്പിക്കാവുന്ന UDF സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ഷാഫി പറമ്പിൽ എന്ന്. എന്തുകൊണ്ടാണ് ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്നതെന്നല്ലേ? അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം പാലക്കാട് നൽകിയ യാത്രയയപ്പും വടകര നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണവും മാത്രം കണ്ടാൽ മതി അത് മനസ്സിലാക്കുവാൻ. അത് മാത്രമല്ല, ഷാഫിയുടെ പ്രൊഫൈൽ നാം മനസ്സിലാക്കിയാൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ അഷ്ടബന്ധമിട്ടുറപ്പിക്കും. പാലക്കാട്ടുകാരുടെ പൊന്നോമനയായ ഈ യുവനേതാവ് 41 വയസ്സിനിടയ്ക്ക് തുടർച്ചയായി 3 തവണ 2011, 2016, 2021 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരനെ 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3480 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി ദേശീയ ശ്രദ്ധ നേടി. MBA ബിരുദധാരിയായ ഈ യുവനേതാവ് പാലക്കാട്ടുകാരുടെ മാത്രമല്ല കേരളക്കരയുടെ മൊത്തം പ്രിയപ്പെട്ടവനാണ്. വളരെ പ്രൊഫഷണൽ ഔട്ട്ലുക്കുള്ള ഈ ചെറുപ്പക്കാരൻ നിയമസഭയിൽ ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് എത്ര മനോഹരമായിട്ടാണ് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എവിടെ നിർത്തിയാലും വിജയിച്ചു കയറും എന്ന ശുഭാപ്തി വിശ്വാസമുള്ളത് കൊണ്ടാവാം കോൺഗ്രസ് നേതൃത്വം വടകരയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തിയായ ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മുരളീധരനെ മാറ്റി ഷാഫിയെ പരീക്ഷിക്കുവാൻ ഉറച്ചത്. കോൺഗ്രസ് എടുത്ത ഈ തീരുമാനം എന്തുകൊണ്ടും നല്ലതായിപ്പോയി എന്ന് തന്നെ പറയണം. ഇത് രണ്ടുപേർക്കും ഗുണം ചെയ്യും എന്നുറപ്പാണ്. ഷാഫിക്ക് കഴിഞ്ഞ ദിവസം കൊടുത്ത വൈകാരികമായ ആ യാത്രയയപ്പ് അദ്ദേഹത്തെ ആ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. നമ്മുടെ എത്ര നേതാക്കന്മാർക്ക് ലഭിക്കും അവരുടെ മണ്ഡലങ്ങളിൽ ഇതുപോലൊരു യാത്രയയപ്പ്? ഞാനത് പോണൊന്നുമില്ലല്ലോ, ജോലിക്ക് പോണമല്ലോ. ഇവിടുന്ന് മാറുന്നില്ല. ഇല്ല അതൊന്നും ഇല്ല, എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. എപ്പോഴും മുത്ത് തന്നെ. സ്വാഭാവികമായും ജനിച്ചു വളർന്ന മണ്ണിൽ നിന്നും തുടർച്ചയായി 3 പ്രാവശ്യം വിജയിച്ച മണ്ഡലത്തിൽ നിന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറിച്ചു നടപ്പെടുമ്പോൾ ആർക്കും വിഷമമുണ്ടാവും. ഷാഫിക്കും അതുണ്ടായി. അദ്ദേഹം അത് തുറന്നു തന്നെ പറഞ്ഞു. എന്നാൽ പാർട്ടി നേതൃത്വം നിലവിലെ സാഹചര്യത്തിൽ ഇപ്രകാരം ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഷാഫി അത് അനുസരിച്ചു എന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. മാറിയാൽ ഞാൻ മറുകണ്ഠം ചാടുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയില്ല. അങ്ങനെയായിരിക്കണം ഒരു നേതാവ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെയല്ലേ നാം തിരഞ്ഞെടുക്കേണ്ടുന്നത്. ശൈലജയും നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അവരുടെ താല്പര്യം പോലും പരിഗണിക്കാതെ LDF നേതൃത്വം അവരെ ഉന്തിത്തള്ളി വടകരയിൽ നേർച്ചക്കോഴിയാക്കിയതിനുള്ള പ്രതിഫലം നൽകേണ്ടുന്നത് പരാജയത്തിൻ്റെ രൂപത്തിലായിരിക്കണം. അവർ കേരളത്തിൽ നിൽക്കേണ്ടുന്നത് ആവശ്യമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് 2 കൊല്ലത്തിനുള്ളിൽ നമുക്ക് അറിയുവാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്കൊരു ബൈ ഇലക്ഷനും ഒഴിവാക്കാം. അല്പം ആശങ്കയോടെയാണ് ഷാഫി യാത്രയയപ്പൊക്കെ ഏറ്റുവാങ്ങി നിറകണ്ണുകളോടെ വടകരയുടെ മണ്ണിലേക്ക് പുറപ്പെട്ടതെങ്കിലും അല്പസമയത്തിനുള്ളിൽ തന്നെ അത് ആനന്ദക്കണ്ണീരായി മാറി. കാരണം അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വടകര മുഴുവൻ നിരത്തിലിറങ്ങി. ആ മനുഷ്യക്കടൽ ഒന്ന് കാണുക. പാലക്കാട്ടെ ജനങ്ങൾ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് ജയിച്ചു വരണമെന്നാണ്. പാലക്കാടിന് എന്റെ ഹൃദയത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ കഴിയില്ല.
പക്ഷെ പാലക്കാടിന്റെയും കൂടെ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ട് ഈ അംഗത്തിന്. അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കും. ഇത് UDF-നുള്ളതാണെന്ന് വടകരയിലെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ആ ജനസമുദ്രത്തെ സാക്ഷിയാക്കി ഷാഫി പറമ്പിൽ നടത്തിയ പ്രസംഗം കേട്ടാലോ. എനിക്ക് നന്ദി ഇല്ലാഞ്ഞിട്ടല്ല, എന്റെ നന്ദി പ്രവൃത്തിയിലൂടെ ഈ നാടിനു വേണ്ടി ഞാൻ കാണിക്കും എന്നാദ്യമേ പറയാൻ ആഗ്രഹിക്കുക. രാഘവേട്ടൻ പറഞ്ഞു ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഞാൻ വിളിച്ചു പോകുന്നു. ഞാനിവിടെ ഒരു പ്രസംഗമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ വടകരയിൽ മത്സരിക്കേണ്ടി വരുമെന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ 10,000-കണക്കിന് ജനങ്ങളുടെ തോളിലേറിയാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു വടകരയുടെ തെളിമയുള്ള രാഷ്ട്രീയ ബോധത്തിന്റെ ചുവട് ചവിട്ടി ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നടന്നെടുക്കും എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അക്രമ രാഷ്ട്രീയത്തിനെതിരായി അതിശക്തമായി വിധിയെഴുത്ത് നടത്താൻ കെൽപ്പും ആർജവുമുള്ള ഒരു ജനതയുടെ പ്രതിനിധിയാവാനുള്ള ഭാഗ്യം ഈ മണ്ണിൽ നിന്ന് എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു പാറക്കൽ അബ്ദുള്ളയും KK രമചേച്ചിയും ഇടത്തും വലത്തും നിന്നൊരു തെരഞ്ഞെടുപ്പിനെ നയിക്കുമ്പോൾ പ്രിയപ്പെട്ട ബാലേട്ടൻ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ മുഴുവൻ നേതാക്കന്മാരും അതിനെ നയിക്കുമ്പോൾ ഇങ്ങനെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ടായില്ല. ഞാൻ ഉള്ളത് നിങ്ങളോട് തുറന്നു പറയാം. ഒരു ദിവസം രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കോള് വരുന്നത്. അപ്പൊ എന്റെ സ്റ്റാഫിൽ ആരോ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് തിരിച്ചു വിളിക്കണം, നേതാക്കന്മാരെ തിരിച്ചു വിളിക്കണം. അപ്പൊ എന്നോട് പെട്ടെന്ന് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താണാവൂന്ന് വിചാരിച്ചിട്ട് വേഗം തിരിച്ചു വിളിച്ചപ്പോ എന്നോട് പറയുന്നു ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ UPA ചെയർപേഴ്സന്റെ രാഹുൽ ഗാന്ധിയുടെ അംഗീകാരത്തോടെ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ആലോചിച്ചു അത് എന്തായിരിക്കും തീരുമാനം. നാളെ രാവിലെ പ്രഖ്യാപനം വരും, നിങ്ങളാണ് വടകരയിലെ UDF-ന്റെ സ്ഥാനാർത്ഥി. ഞാൻ നിങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുന്നില്ല, ഞാൻ കള്ളം പറയുന്നില്ല, ഞാൻ ഉള്ളിൽ തട്ടി സത്യസന്ധമായി പറയുന്നു. ഞാൻ ആദ്യം ഞെട്ടിപ്പോയി എന്നുള്ളത് സത്യമാണ്. ഞാൻ ചോദിച്ചു വടകരയിലോ പാർലമെന്റിലേക്കോ? അപ്പൊ മുരളിയേട്ടനല്ലേ അവിടെ ഉള്ളത്? അതിനൊരു കാരണം കൂടിയുണ്ട്. പ്രസിഡന്റ്, ഞാൻ തലേ ദിവസം മുരളിയേട്ടനെ വിളിച്ചിരുന്നു. 11-ാം തീയതി വൈകുന്നേരം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം ചെയ്യാൻ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ മുരളിയേട്ടനെ വിളിക്കുന്നത്. എന്നിട്ട് അത് പറഞ്ഞു വെക്കുമ്പോ മുരളിയേട്ടൻ പറഞ്ഞു തിരക്കും ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും മുരളിയേട്ടൻ ഞാൻ ഇത്തവണ വടകരയിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ സത്യം പറയുന്നു, ഞാൻ വടകരയിലേക്ക് ഇത്തവണ എന്തായാലും വരുന്നുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. അത് ഇമാതിരി ഒരു വരവായിരിക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രയാസം വന്നു എന്നുള്ളതും സത്യമാണ്. ഞാൻ എന്തിനാണ് നിങ്ങളോട് കള്ളം പറയുന്നത്? കാരണം ഞാൻ ഇനി ജീവിക്കേണ്ടത് നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള നല്ല ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ എന്തിനാ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നത്? ഞാൻ എന്തിനാ നിങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞത്? എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായി എന്ന് പറയാൻ എന്നെ കാക്കുന്നവരുടെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യവും. എനിക്ക് പാലക്കാട് നിന്ന് പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു പ്രയാസം ഉണ്ടായെന്നുള്ളത് സത്യം. കാരണം പേരിനൊപ്പമുള്ള 3 അക്ഷരം ഞാൻ വീട്ടിൽ നിന്നൊരു സ്യൂട്ട് കേസാക്കി അവിടെ കൊണ്ടുപോയതല്ല, അവിടുത്തെ ജനങ്ങൾ എനിക്ക് തന്നതാണ് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. നാളെ നിങ്ങൾ എന്റെ പേരിന്റെ അവസാനം 2 അക്ഷരം തന്നാലും അതെനിക്ക് കളഞ്ഞു കിട്ടിയതല്ല, അത് വടകരയുടെ ഹൃദയം കൊണ്ട് തന്നതാണ് എന്നുള്ള ബോധത്തോട് തന്നെ ആ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റും എന്നുള്ള കാര്യത്തിനും സംശയം വേണം. പാലക്കാട് നിന്ന് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോ കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ ആദ്യം വന്നൊരു പ്രയാസം തന്നെ ചേച്ചി. ഞാൻ പെട്ടെന്ന് പാലക്കാട് വിട്ട് പോകേണ്ടി വരും. എനിക്ക് അവിടുത്തെ ആളുകളും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ നമ്മുടെ UDF-ന്റെ പ്രവർത്തകരും അവിടെ നാട്ടുകാരും ഒക്കെ തരുന്ന ഒരു സ്നേഹമുണ്ട്. അതെല്ലാ ജനപ്രതിനിധികൾക്കും ഒക്കെ കിട്ടുമായിരിക്കും. എനിക്ക് മാത്രമായിട്ടൊരു പ്രത്യേകതയില്ല, അത് അവരുടെ പ്രത്യേകതയാണ്. അങ്ങനെ അവർക്ക് സ്നേഹിക്കാൻ അറിയുന്നത് എന്റെ പ്രത്യേകത കൊണ്ടല്ല, അത് അവരായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാലക്കാട് നിന്ന് പെട്ടെന്ന് പോരാന്ന് പറയുമ്പോൾ എനിക്കത് അറുത്തു മുറിച്ച് മാറ്റാൻ പെട്ടെന്ന് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്.
അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അവിടെ പോവാൻ, അവിടുന്ന് തെരഞ്ഞെടുത്ത ജനങ്ങൾ അവർ തന്നൊരു സപ്പോർട്ടൊക്കെ പെട്ടെന്ന് ഓർത്തപ്പോ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ ആദ്യം എനിക്കൊരു പ്രയാസം വന്നു. ആ പ്രയാസം ഞാൻ നമ്മുടെ 1-2 നേതാക്കന്മാരെ വിളിച്ച് പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു പ്രയാസവും വേണ്ട, അവർക്കത് മനസ്സിലാവും, നിനക്ക് ഇങ്ങോട്ട് വരാം, അവരുടെ സ്നേഹവും ഉണ്ടാവും, വടകരയുടെ സ്നേഹവും ഉണ്ടാവും എന്നവർ പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആവാൻ കുറച്ച് സമയമുണ്ട്. ഞാൻ ഒരു കാര്യം പറയുന്നു, എന്നോട് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചു, എന്നോട് അവിടുന്ന് പോരുമ്പോൾ ചോദിച്ചു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് മൈക്ക് നീട്ടി എന്നോട് ചോദിച്ചു. ഞാൻ ഇപ്പൊ ഈ വേദിയിൽ നിന്ന് പറയുന്നു, പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് എന്നുള്ളത് ഈ വേദിയിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട്ട് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ BJP ജയിക്കുമോ എന്നുള്ളത് BJPക്കാർക്ക് അറിയാം, അവർ ജയിക്കാൻ പോകുന്നില്ല. അവിടെ CPM-നാണ് സംശയം BJP ജയിക്കുമെന്ന്. BJP ജയിക്കുമെന്ന് പ്രചരിപ്പിക്കാൻ CPM-ന് എന്താ ഇത്ര ആവേശം? നിങ്ങൾ പാലക്കാട്ടുകാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് ഞാൻ CPM-നോട് പറയാൻ ആഗ്രഹിക്കുന്നു. അവര് ഇവിടെ പല പ്രമുഖരും വന്ന് മത്സരിച്ച സമയത്ത് അവരവിടെ എടുത്ത തീരുമാനം അത് കേവലം വ്യക്തിപരം മാത്രമല്ല, അവരെടുത്ത തീരുമാനം മതേതര രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാനുള്ളതായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലക്കാടിന്റെ മണ്ണിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എനിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി അവിടുന്ന് ജയിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഞാൻ പാലക്കാടിനും നൽകുന്നു, ഞാൻ വടകരക്കും നൽകുന്നു, ഞാൻ കേരളത്തിനും നൽകുന്നു എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. തന്റെ പ്രിയ സുഹൃത്ത് ഷാഫിക്ക് പിന്തുണയേകുവാൻ രാഹുൽ മാങ്കൂട്ടവും എത്തിയതോടെ അണികളുടെ ആവേശം ഇരട്ടിയായി. നമ്മുടെ ചെക്കൻ വന്നിറങ്ങിയപ്പോ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഫ്യൂസ് ഊരി. ഇക്കണക്കിന് റിസൾട്ട് വരുമ്പോ താപനിലയത്തിന്റെ ഫ്യൂസ് ഊരിയാലും നമ്മളാരും ഞെട്ടണ്ട എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. വടകരയുടെ പ്രത്യേകത 2 MLA-മാരെ മത്സരിക്കുന്നല്ലേ, ഒരു സെലിബ്രിറ്റി മണ്ഡലം 2 MLA-മാർ മത്സരിക്കുന്നു. CPM-ന്റെ MLA ആദ്യം വന്നു. CPM-ന്റെ MLA മട്ടന്നൂരിൽ നിന്ന് വന്നപ്പോ ആരെങ്കിലും കരയുന്നത് നിങ്ങൾ കണ്ട? ആരെങ്കിലും ഒരാൾ കരയുന്നുണ്ട? കണ്ടില്ല. പക്ഷെ ഷാഫി പറമ്പിൽ വന്നപ്പോ പാലക്കാട് മുഴുവൻ ആളുകളും കരഞ്ഞു. എന്താ കാര്യം എന്നറിയാവോ? വിസിറ്റ് വിസയ്ക്ക് മുമ്പ് ആരും കരയില്ല, പക്ഷെ പെർമനന്റ് വിസയ്ക്ക് പോകുമ്പോ എല്ലാരും കരയും. അപ്പോ ടീച്ചർ ഇവിടെ വന്നത് വിസിറ്റ് വിസയ്ക്ക്, ഷാഫി പറമ്പിൽ വന്നത് പെർമനന്റ് വിസയ്ക്ക്. ആ വ്യത്യാസം കൊണ്ടാണ് 2 ആളുകൾ കരയാഞ്ഞത്, അല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ റേഷൻ കടയിൽ പോയാൽ അരിയില്ല, സപ്ലൈകോയിൽ പോയാൽ സബ്സിഡി ഐറ്റംസ് ഇല്ല. പിന്നെ ഇതെല്ലാം വിശപ്പൊക്കെ സഹിക്കാം, ഇച്ചിരി വെള്ളം കുടിക്കാന്ന് വെച്ചാൽ വെള്ളക്കരം കൂട്ടി, എന്ന് വെച്ചാൽ വെട്ടത്തിരിക്കാന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി. ഇതെല്ലാം പറയാൻ ക്ലിഫ് ഹൗസിൽ പോകാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇല്ല, മരപ്പെട്ടി എവിടെയുള്ളൂ. ഇതെല്ലാം എടുത്തിട്ട് നാട് വിട്ടങ്ങ് കാട്ടി പോകാം. കാരണം നാട്ടിലവനാര പുലി, കടുവ, ആന, പിണറായി വിജയൻ സകല സാധനം നാട്ടിലുണ്ട്. എന്നാ പിന്നെ കാട്ടി പോകാന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ത്രിപുരയിലെയും ബംഗാളിലെയും സഹാക്കന്മാർ ഒളിക്കാൻ വന്നിരിക്കുകയാണ്, അവിടെ നിവൃത്തിയില്ലാത്ത. അപ്പൊ അതുകൊണ്ട് നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ TP ചന്ദ്രശേഖരന് കൊണ്ട ഓരോ വെട്ടിനും, ഒന്നിച്ചല്ല ഓരോ വെട്ടിനും നമ്മൾ എണ്ണി 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 കണക്ക് ചോദിച്ചിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് MP രാജേഷ് ചില ആശങ്ക പറഞ്ഞു. MP രാജേഷിനോട് പറയാനായിട്ടുള്ളത്, ഇത് വടകരയിലെ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ കൺവെൻഷൻ അല്ല, ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷനാണ്. കാരണം ഷാഫി പറമ്പിൽ ഇനി MLA ആയി പാലക്കാട്ടേക്ക് പോവില്ല. ഇനി ആ പാലക്കാട് ബൈ ഇലക്ഷൻ, കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവിടെ എല്ലാ ദിവസവും ഉണ്ടാവും. ഉറപ്പിച്ചു പറയുന്നു, പാലക്കാട് ബൈ ഇലക്ഷനിൽ ഷാഫി പറമ്പിലെ കഴിഞ്ഞ തവണ മെട്രോമാനെ പൊട്ടിച്ചതിനേക്കാൾ 5 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട്ട് ജയിക്കും. അപ്പൊ ആ ആശങ്കയും MP രാജേഷിന് വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മൾ വീട് കയറാൻ പോകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വടകര പാർലമെന്റിലെ മുഴുവൻ വോട്ടർമാരും നമ്മുടെ മുന്നിൽ തന്നെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ, വ്യക്തിപരമായി കൂടി പറയുക, കരളാണ് പറിച്ച് നിങ്ങൾക്ക് തരുന്നത്, പൊന്നുപോലെ നോക്കിക്കോണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ആകെയുള്ളൊരു പ്രയാസം, മറ്റേത് ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പാലക്കാട് പോകും, എളുപ്പമായിരുന്നു, 3 മണിക്കൂറത്തെ കാര്യമുള്ളൂ. ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചങ്ങാതിയെ കാണണമെങ്കിൽ
5-6 മണിക്കൂർ യാത്ര ചെയ്താലേ എനിക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ള വ്യക്തിപരമായ വിഷമം കൂടി പങ്കുവെച്ച് ഞങ്ങളുടെ ഷാഫിക്കയെ നിങ്ങൾ വടകരക്കാർക്ക്, ഇന്നലെ വരെ അദ്ദേഹം ഇവിടുത്തെ പുതിയാപ്പിളയാണെങ്കിൽ ഇനി മുതൽ വടകരക്കാരുടെ മകനായി ഷാഫി പറമ്പിൽ ഞങ്ങൾ തരികയാണ്. ഈ വടകര നമ്മൾ പിടിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF. നാം ഈ കണ്ടത് ഒരു പൊളിറ്റിക്കൽ ലിറ്റ്മസ് ടെസ്റ്റാണ്. ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് പോസിറ്റീവാണ്. ഷാഫിയെ വടകരക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.